എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ്റെ മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ലാ കോടതി ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ലാ കോടതി. ആൻസർ ഓപ്ഷൻ ഡി, കൽപ്പറ്റ. കൽപ്പറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ലാ കോടതി. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, കൊല്ലം. കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. ആൻസർ ഓപ്ഷൻ എ, പി.ടി. ഉഷ. പി.ടി. ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ എ, വി പി സാനു. വി പി സാനു ആണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലത്തെ പ്രസിഡന്റ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ആർക്ക്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, എൽദോസ് പോൾ. എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യത്തെ നഗരസഭ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആർദ്രം. ആർദ്രം പദ്ധതിയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. 2025 നവംബറിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം. 2025 നവംബറിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമാണ് 2025 നവംബറിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം. ഇ പി ജയരാജന്റെ ആത്മകഥ. ഇ പി ജയരാജന്റെ ആത്മകഥ. ആൻസർ ഓപ്ഷൻ എ, ഇതാണ് എൻ്റെ ജീവിതം. ഇതാണ് എൻ്റെ ജീവിതമാണ് ഇ പി ജയരാജന്റെ ആത്മകഥ. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് ആര്? 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർവീസസ്. സർവീസസ് ആണ് 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. 2025 കബഡി പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. 2025 കബഡി പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ. ഇന്ത്യയാണ് 2025 കബഡി പുരുഷ ലോകകപ്പ് കിരീടം നേടിയത്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക്
നിലവിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ലക്കിടി. ലക്കിടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത്? സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ സി, ആറളം ചിത്രശലഭ സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തെ ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം നോർത്ത്. തിരുവനന്തപുരം നോർത്ത് എന്നാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. മൃതസഞ്ജീവനി പദ്ധതിയുടെ പുതിയ പേരാണ് കെ സോട്ടോ. കെ സോട്ടോ എന്നാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ പുതിയ പേര്. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി? ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എറണാകുളം ജില്ലാ ആശുപത്രി. എറണാകുളം ജില്ലാ ആശുപത്രിയാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി. ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം? ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കേരളം. കേരളമാണ് ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെ? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഷംല ഹംസ. ഷംല ഹംസയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് ഷംല ഹംസയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, ജ്യോതിസ്. ജ്യോതിസ് പദ്ധതിയാണ് HIV ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി? നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശലഭം. ശലഭം പദ്ധതിയാണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ആര്? ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏത്? 18 വയസ്സിന് താഴെയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹൃദ്യം. ഹൃദ്യം പദ്ധതിയാണ് 18 വയസ്സിന് താഴെയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി. ആൻസറുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്.